ഇപ്പതേ ഞാൻ ഹരിയുടെ അടുത്ത് പറഞ്ഞുള്ളൂ എന്തുകൊണ്ട് ബീഫിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ ചോദിച്ചുള്ളൂ. അപ്പൊ ഇതിന്റെ ബീഫ് റെഡി ആയി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇത് ഹരി, ഇതെന്താ നമ്മള് ചെയ്ത് വെച്ചാണ് ഇപ്പൊ? വേറെ മസാല ഒന്നുമില്ല, 2 സോസും സോൾട്ടും ഇത് മാത്രമേ ഉള്ളൂ ഇതില്. വേറെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒന്നുമില്ല, എല്ലാം കൂടി വന്നിട്ട് മെഷപ്പാക്കി സോസ് ഒഴിച്ച് സോൾട്ട് ഇട്ട് ബോയിൽ ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ട് ഇടിച്ച് ഒരു ഏകദേശം ഒരു പരുവത്തിലാക്കി വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ നമ്മള് ഗ്രേവി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിപ്പോ എന്താ പറയാ, നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിഷ് ഇതും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു മെഷ്ടാക്കിയ രീതിയിലുള്ള ബീഫ് ഒരിക്കലും ചില്ലി ബീഫായിട്ട് അങ്ങനെ ഇതുവരെ കൂടുതൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് കാണാൻ കേൾക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ഗ്രേവി, നമ്മൾ നേരത്തെ ചിക്കൻ ഉണ്ടാക്കിയില്ലേ അതേ ഗ്രേവി, അപ്പൊ അതേ ഗ്രേവിയിലോട്ട് നമ്മൾ എടുത്ത് തട്ടാൻ പോവാ. അപ്പൊ എല്ലാം കൂടി ഇത് പൊളിയാവും ആവുമല്ലോ. ശരി, ഇടാ കേട്ടോ. പനീഷന്റെ അടുത്തൊരു കരവിരുത് കൂടി നമ്മളിപ്പോ കാണാൻ പോയിട്ട് ഇട്ടു, എല്ലാം കൂടി ഇട്ടു, എല്ലാവരും വെച്ചാൽ സോയാ സോസ് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ. ഞാൻ നേരത്തെ മിസ് ചെയ്തു, ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ സോസുകൾ ഇടുന്നൊക്കെ മറന്നുപോയി. ഞാൻ മറന്നുപോയി, പക്ഷെ അനിച്ചേട്ടൻ മറന്നില്ല, പുള്ളിക്കാരനിട്ട് അങ്ങ് പോയി, നമ്മൾ അറിഞ്ഞില്ല. ചില്ലി സോസ് ഒഴിച്ചു. നേരത്തെ ഓൾറെഡി തന്നെ സോയാ സോസ് ഒഴിച്ചായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് അതെ ഒഴിച്ചു. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ഒരു കുറച്ച് മുളക് പൊടിയുടെ വേണം. കളറിന് വേറെ ആവശ്യമൊന്നുമില്ല, കളറിന് വേണ്ടി മാത്രം. ഓൾറെഡി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ആ ഒരു ചെറിയ എരിവിന് വേണ്ടി കുരുമുളക് പൊടി, അത് കാരണം ഇപ്പം അത് കുഴപ്പമില്ല. അപ്പം അത് ഇപ്പം ഉണ്ടാക്കുകയാണ്. ഏകദേശം ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ബോയിൽഡ് ആണ് ഇത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇട്ട് ആ ഒരു ടേസ്റ്റ്, കുരുമുളകിൻ്റെ എന്തായാലും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ശരിക്കും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും എന്താണെങ്കിലും ആ കുരുമുളകിൻ്റെ എരിവ് നല്ല ഒരു ഫീലുള്ളൊരു എരിവാണ്. അതെ, ഓൾറെഡി ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു. നമ്മളപ്പോൾ ചില്ലി ബീഫിൻ്റെ ഓൾറെഡി ആയി അല്ല അനുസരിച്ച് റെഡി ആയിട്ടുണ്ട്, സംഭവം റെഡി ആയി. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ചില്ലി ചിക്കൻ ഫ്രൈ, ചില്ലി ബീഫ്, എന്താ വേണ്ടത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചില്ലി ചിക്കനും ആയിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താ, അങ്ങോട്ട് പോവാ, കഴിക്കുക അല്ലേ? അപ്പൊ എന്തായാലും പോവാ. പനീഷേട്ടാ ഇതിനെല്ലാം വളരെ നന്ദി. നമുക്ക് ചില്ലി ചിക്കനും ഈ ഫ്രൈയും ഉണ്ടായി കാണിച്ചതിന് പനീഷേട്ടൻ വളരെ വളരെ താങ്ക് യു. ഞാൻ അവിടെ പോയി കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു. തീർച്ചയായും പോവാലേ. അനീഷണ്ണൊക്കെ ആയിട്ട് അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇപ്പോൾ ടേബിളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹരി, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 35 ഇയേഴ്സ്, 35 വർഷമായി തുടങ്ങിയിട്ടെന്ന്. ആക്ച്വലി 35 വർഷം ഈ ഡിഷ് കൊണ്ടുവന്നിട്ട് 35 വർഷമായെന്നാണ്. കട ആക്ച്വലി ഒരു 48 വർഷമായിട്ടുണ്ട്. നിയർലി 50 അല്ലേ? ശരിക്കും പറഞ്ഞാൽ 35 വർഷം എന്ന് പറഞ്ഞില്ല, അത് നമ്മുടെ ഈ ഡിഷ് ഇങ്ങനെ നല്ല നമ്മുടെ സവോളയൊക്കെ അരച്ച് ഉണ്ടാക്കുന്ന ഈ ചില്ലി ചിക്കനും ബാക്കി സംഭവമൊക്കെ കൊണ്ടുവന്നിട്ട് 35 വർഷമായെന്ന് പറഞ്ഞു. നമ്മുടെ ഈ കട ഒരു 50 വർഷത്തിൽ ഏകദേശം 50 വർഷമൊക്കെ ആയിട്ടുണ്ട്. അതാണ് ഞാൻ വിചാരിച്ചു, ഒരാൾ അവിടെ ചോദിച്ചപ്പോൾ 35 എന്ന് പറഞ്ഞു, ഒരാൾ പറയുന്ന 50. പഴയ സ്റ്റാഫാണല്ലേ അകത്തുള്ള കിച്ചണിലെല്ലാം പഴയ സ്റ്റാഫ് അവരുടെ ബാക്കിയുള്ള സംഭവമാണ്. ഫ്രണ്ടിലാണ് നമുക്ക് പെട്ടെന്നുള്ള ഇതിന് വേണ്ടി. പിന്നെ നമുക്ക് ഇങ്ങനെ നല്ല എല്ലാ സംഭവങ്ങളും കിട്ടുന്ന കടകളുണ്ടല്ലോ, അതായത് സ്പെഷ്യൽ ഐറ്റംസ്. ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓരോ സ്പെഷ്യൽ ഐറ്റം. അപ്പോൾ നമ്മുടെ ഇവിടെ ചില്ലി ചിക്കൻ ആണല്ലോ, ചില്ലി ചിക്കൻ ആയിരുന്നു. ശരിക്കും ഇങ്ങനെ ഈ സ്പെഷ്യൽ ഐറ്റം ഉള്ളതുകൊണ്ട് തന്നെ പലരും വന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് കഴിച്ചതിൻ്റെ അനുഭവങ്ങളൊക്കെ നീ ഇപ്പോൾ നിങ്ങൾക്ക് ഹരി ഇവിടെ ഉണ്ടായിട്ടുണ്ടാകുന്നത്? ഞാൻ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ വന്നത് ജയസൂര്യയുടെ വന്നിട്ടുണ്ട്, ജയസൂര്യയുടെ വന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ താങ്ക് യുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നടന്നു പ്ലാൻ. അപ്പോൾ അവർ ഡയറക്ടേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് അവർ കഴിക്കണ്ടായി. ഫ്രണ്ട് വെച്ച് തന്നെ വലിയൊരു പ്ലേറ്റിലെല്ലാം നമ്മൾ കിട്ടിയത് എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ ഒരുപാട് പേര് വരാറുണ്ട്. അവിടെ ചേട്ടാ ഇങ്ങനെ പൊറോട്ട കൊണ്ടുവന്ന് ഇങ്ങനെ തന്നോളൂ ഞാൻ കഴിച്ചോളാം. പിന്നെ ഇതേപോലെ ചേട്ടാ വരണം, പരിചയപ്പെട്ടിട്ടോ എന്നെ സായി അല്ലേ? എന്നിട്ട് അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്. അച്ഛനൊക്കെ ഉള്ളപ്പോൾ വന്ന് അവർ കഴിക്കില്ല, അവർ സംസാരിച്ചിട്ടൊക്കെ പോകും. നല്ല പരിചയമായതുകൊണ്ട് അതെല്ലാം വന്ന് ഒരുപാട് സംസാരിച്ചിട്ടൊക്കെയാണ് പോകാറ്.
പഴയ ആ ഒരു ഇത് ഇപ്പോഴും അതേപോലെ തന്നെ കൊണ്ടുപോകുന്നു. ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വിപുലീകരിക്കണമെന്നുണ്ട്. പക്ഷെ വിപുലീകരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ബേസിക് ഉള്ള അതേപോലെ വേണം. അത് ശരിയാ. നമ്മള് ഇപ്പൊ എന്ത് സംഭവം കിട്ടുന്ന ഒരു കടയൊക്കെ ആണെങ്കിലും എന്താ ആ പഴയ രീതിയിൽ ആ ലിമിറ്റഡ് സ്പേസിലും ബാക്കി ആ സംഭവങ്ങളിലും റിസോഴ്സസിലും നല്ല സംഭവങ്ങൾ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് റഷ് നന്നായിട്ടുണ്ടാവും. ഇപ്പൊ വലുതായി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാരും വന്ന് കയറും. ആ ഓക്കെ അങ്ങനെ അങ്ങ് ആയി പോകും. പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് വീട് പോലെയാണ് ആദ്യം നമ്മൾ കൊച്ചിലെ എവിടെ വന്നിരിക്കുന്നുണ്ട് ആ ഒരു അത് എപ്പോഴും അതേപോലെയാണ്. അപ്പൊ സാധനം വന്നോണ്ടിരിപ്പുണ്ട്. നമ്മളപ്പോ സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ ഞങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. തിരക്കും വന്നു, അവരും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തായാലും കഴിക്കാല്ലേ? എടുത്തോളൂ, കഴിച്ചോളൂ. ഫ്രൈ ഏട്ടാ ഫ്രൈ. പേരനേട്ടാ എത്ര വർഷമായിട്ടുണ്ട്? 20 വർഷമായിട്ടുണ്ടല്ലേ? നമ്മൾ സവോള അരച്ചിട്ടില്ലേ? സവോള വാടുമ്പോൾ ഒരു സ്വീറ്റനിങ് ആ ഒരു ടേസ്റ്റ് വരില്ലേ? അത് ശരിക്കും നമ്മള് ചില്ലി ചിക്കൻ അല്ലേ, നമ്മൾ സാധാ ചില്ലി ചിക്കനും ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു അതേ അല്ല. ശരിക്കും നല്ല എൻറ്റയർലി ഡിഫറെൻ്റ്. കാര്യം അതിനകത്ത് ക്യാപ്സിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ആ ടേസ്റ്റ് നല്ല എന്താ പറയാ ഇത്തിരി മേളിലാണ് അതിൽ നിൽക്കുന്നത്. കാരണം അത് സവോളയുടെ ഇത് തന്നെ ആയിരിക്കും മൊത്തം ഇരിക്കുന്നത്. കാരണം അതിനകത്ത് പച്ചമുളക് നമ്മൾ യൂസ് ചെയ്യണത്, ക്യാപ്സിക്കം അങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്തില്ല. പച്ചമുളക് യൂസ് ചെയ്ത് കാശ്മീരി ചില്ലി പൗഡറിന്റെ ആ ഒരു ഇതുണ്ട്, കുരുമുളക് പൊടിയുടെ ആ ചെറിയൊരു എരിവുണ്ട്. ശരിക്കും കൂടുതൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വീറ്റനിങ് ആണ്. അതായത് വാട്ടിയ സവോള ശരിക്കും അരഞ്ഞങ്ങല്ലേ ചേർന്നേക്കണേ. നല്ല കറക്റ്റ് മിക്സ് ചെയ്ത് പോകും. നല്ല പ്രിപ്പറേഷനാണ്. ഇപ്പം എന്തായാലും വീട്ടിൽ പോയി ഞാൻ ഉണ്ടാക്കും. പിന്നെ ഞാൻ സീക്രട്ട് റെസിപ്പി കണ്ടുപിടിച്ചല്ലോ. ഇപ്പൊ നമ്മളെ ചിക്കൻ അയ്യോ ആദ്യം പൊടി ഏകദേശം നല്ലൊരു ഉപ്പ് രസമുണ്ട്. ആ മുളകിൻ്റെ ഒരു ക്രഞ്ചി ഫീലിംഗ്. ഉള്ളി ചതച്ചിട്ടല്ലേ? ഉള്ളി ചതച്ചിട്ടുണ്ട്. ആ ഒരു ഇത് എല്ലാം കൂടി ശരിക്കും കിട്ടുന്നുണ്ട്. ആ ഒരു എന്താ പറയാ ശരിക്കും ആ വറുത്ത ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്ത് വരും. അത് ഹൈലൈറ്റ് ചെയ്ത് വരും. ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ടേ പെട്ടെന്ന് വാക്കൊന്നും കിട്ടില്ല. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സാറിന് നമ്മൾ കടയിൽ പോകുമ്പോൾ ഈ നിറ വെളിവ് കളിക്കാം. ശരിക്കും വന്നിട്ടുണ്ട് സാധനം, ശരിക്കും വന്നിട്ടുണ്ട്. ആ ലെമ്പരയുടെ ഒക്കെ വന്നപ്പോഴേക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പറഞ്ഞില്ലേ? ഒരു നമ്മൾ കഴിക്കുമ്പോൾ വായിൽ ആ ഒരു ഇത് വരും. വേറെ എന്തൊക്കെയോ ഒരു ഫ്ലേവർ കയറി വരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ എന്തായാലും ഇത്ര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എനിക്കത്. ഇത് തന്നതിനും നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം എനിക്ക് കഴിക്കാൻ തന്നതിനും നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചതിനും എന്തായാലും വളരെ വളരെ നന്ദിയുണ്ട്. ഹരിക്കും പിന്നെ നമ്മുടെ ആൻറ്റിക്കും. ആൻറ്റി താങ്ക് യു ഇതെല്ലാത്തിനും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ വൈതക്കാട് വഴിയൊക്കെ പോകുമ്പോൾ, വൈതക്കാട് വഴി പോയില്ലെങ്കിലും എവിടെയെങ്കിലും കൂടെ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. വഴുതക്കാട് നിന്ന് വെള്ളമ്പലം പോണ റൂട്ട്, അല്ലെങ്കിൽ വെള്ളമ്പലത്തിൽ നിന്ന് വഴുതക്കാട് പോണ റൂട്ട് ടാഗോർ തിയേറ്ററുണ്ട്. ടാഗോർ തിയേറ്റർ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ നികുഞ്ചം ഹോട്ടൽ. നല്ല ഫുഡ് വന്ന് ചോദിക്കുക. പ്രൊപ്പറേറ്റർ മിസ്റ്റർ ഹരി ഇവിടെ ഇരിപ്പുണ്ടാവും. ഇടയ്ക്കൊക്കെ വന്ന് ചോദിച്ചാൽ നല്ല ഫുഡ് കിട്ടും. കഴിക്കുക, വയറിറച്ച് കഴിക്കുക, ആ ടേസ്റ്റ് ഫീൽ ചെയ്യുക, സന്തോഷത്തോടെ പോവുക അല്ലേ? എന്തായാലും ഹരി ഒന്നുകൂടി പറയാം, വളരെ വളരെ താങ്ക്സ്. നല്ല നന്ദിയുണ്ട്. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തത്. വളരെ താങ്ക് യു, വെരി 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 താങ്ക്ഫുൾ ടു യു. അപ്പോൾ ഓൾസോ ടു ആൻറ്റിക്കും കറ കൊടുക്കണം. കാരണം എല്ലാം നോക്കുന്ന ആൻറ്റിയാണല്ലോ. ആൻറ്റിക്കും വളരെ നന്ദിയുണ്ട്. എന്തായാലും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകണം. എല്ലാം തീർത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ചെയ്യുന്നുണ്ട്. എനിക്ക് പാഴ്സലും വേണം, അല്ലാണ്ട് രക്ഷയില്ല. നമുക്ക് എന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. കഴിക്കട്ടെ.